നമസ്കാരം, എല്ലാവർക്കും ദിത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ മെയിൻസുകാർക്ക് വേണ്ടിയിട്ടും അതുപോലെ LDCക്കാർക്ക് വേണമെങ്കിലും കാണാം കേട്ടോ. വരാൻ പോകുന്ന +2 ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് എല്ലാവർക്കുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓൾഡ് വീഡിയോസ് അറൈവൽ ഓഫ് യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ട പഴയ വീഡിയോ പോർച്ചുഗീസുകാരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന MCQ ചോദ്യങ്ങളും കൂടെ നോക്കി പോകുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് MCQ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ചേറെ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകും. ഇതെല്ലാം എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൃത്യമായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, LSDS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, ഏതിനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അറൈവൽ ഓഫ് യൂറോപ്യൻസിനകത്ത് പോർച്ചുഗീസുകാരുടെ അറൈവലിന്റെ MCQ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഹു വെയർ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു സെറ്റപ്പ് സീ ട്രേഡ് സെന്റർ ഇൻ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയിൽ സീ ട്രേഡ് സെന്ററുകൾ ആദ്യമായി തുടങ്ങിയ യൂറോപ്യൻസ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായി വന്ന യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അവര് തന്നെയാണ് സീ ട്രേഡ് സെന്ററുകളും എവിടെ തുടങ്ങിയത്? ഇന്ത്യയിൽ തുടങ്ങിയത്. ആരാണ്? പോർച്ചുഗീസുകാരാണ് തുടങ്ങിയത്. അപ്പൊ പോർച്ചുഗീസുകാര് നമ്മുടെ ഇന്ത്യയിൽ വന്ന വർഷം അറിയാലോ, 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് യൂറോപ്യൻസ് ആരാണെന്ന് നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരാണ്. ദ ഫസ്റ്റ് സക്സസ്ഫുൾ വോയേജ് ടു ഇന്ത്യ വാസ് ബൈ വാസ്കോഡ ഗാമ ഇൻ 1498. ഇദ്ദേഹം കാലിക്കറ്റിലാണ് വന്നതെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ 1502 ഇദ്ദേഹം പോർച്ചുഗീസ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതുപോലെ ഫസ്റ്റ് യൂറോപ്യൻ ട്രേഡിംഗ് സെന്റർ എവിടെ സ്ഥാപിച്ചു? കൊല്ലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ വന്നിറങ്ങിയത് കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ്. അതുപോലെ കോഴിക്കോട്ട് വെച്ചിട്ട് സാമൂതിരിയിൽ നിന്നും പോർച്ചുഗീസുകാർക്ക് ലഭിച്ച സ്നേഹശൂന്യമായ സ്വീകരണവും കപ്പിത്താന്മാർക്കുണ്ടായ അസുഖകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ അവരെ എങ്ങോട്ട് അടുപ്പിക്കുന്നു? കൊച്ചി രാജാവിനോട് അടുപ്പിക്കുകയാണ് ചെയ്തത്, അല്ലെ? നമ്മൾ പലവട്ടം ഹിസ്റ്ററിയിൽ പറഞ്ഞൊരു കാര്യമാണ്. ആദ്യം വന്നപ്പോ സാമൂതിരി സ്നേഹമായിട്ടാണോ സ്വീകരിച്ചത്? അല്ല. അതിനു പകരം ഇവരെ ആരാണ് സ്വീകരിച്ചത്? കൊച്ചി രാജാവാണ്. അങ്ങനെ കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു പ്രതിരോധ ആക്രമണ സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു. ആർക്കെതിരെ? സാമൂതിരിക്കെതിരെ, അല്ലെ? തുടർന്നുണ്ടായ സമരത്തിൽ സാമൂതിരി പോർച്ചുഗീസ് ആക്രമണത്തിനെതിരായി കേരള സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അങ്ങനെ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്കെല്ലാം പങ്കാളിയായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ പലവട്ടമായിട്ട് കേരള ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. ഈ 1498 വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നപ്പം എന്താണ് പ്രശ്നം നടന്നത്? ആതിഥ്യ മര്യാദയോടുകൂടി ആര് സ്വീകരിച്ചു? സാമൂതിരിയും പ്രജകളും സ്വീകരിച്ചിരുന്നു. അതിനുശേഷം വാസ്കോഡ ഗാമ കോഴിക്കോട്ട് നഗരത്തിന് ഏതാനും നാഴിക അകലെയുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ ആര് സന്ദർശിച്ചു? വാസ്കോഡ ഗാമ സന്ദർശിക്കുന്നു. രണ്ട് നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം വ്യക്തമായ ഫലമൊന്നും ഉണ്ടാക്കിയില്ല, അല്ലെ? അതുപോലെ തന്റെ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്തണമെന്ന് ആരാവശ്യപ്പെടുന്നു? വാസ്കോഡ ഗാമ ആവശ്യപ്പെട്ടു. അത് സാമൂതിരി നിരസിച്ചു. ആണല്ലോ. ഇതൊക്കെയാണ് അവരെ എങ്ങോട്ട് അടുപ്പിക്കുന്നത്? കൊച്ചി രാജാവിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെ 1498 എവിടെ നിന്നാണ് തിരിച്ചു പോകുന്നത് ചോദിക്കാം. കണ്ണൂരിൽ നിന്നാണ് ആര് തിരിച്ചു പോകുന്നത്? വാസ്കോഡ ഗാമ തിരിച്ചു പോകുന്നത്. അതായത് ഇദ്ദേഹവുമായിട്ട് ഉടക്കി കഴിഞ്ഞതിന് ശേഷം 1498 ഓഗസ്റ്റില് വാസ്കോഡ ഗാമ കോലത്തിരി രാജാവിന്റെ ക്ഷണപ്രകാരം കണ്ണൂരിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം 1498 നവംബറിലാണ് ഈ വാസ്കോഡ ഗാമ കണ്ണൂരിൽ നിന്നും പുറപ്പെടുകയും 1499 ലിസ്ബണിൽ എത്തുകയും ചെയ്തത്. അപ്പൊ പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്, വാസ്കോഡ ഗാമ എത്ര വട്ടമാണ് ഇന്ത്യയിലേക്ക് വന്നത്? 3 വട്ടമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് 1498 അല്ലെ? അന്ന് തിരിച്ചു പോയത് 1499 എവിടേക്കാണ് പോയത്? ലിസ്ബണിലേക്കാണ് പോയത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത്, ഹു വാസ് ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി? സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു മേഖലയാണിത്. ബ്ലൂ വാട്ടർ പോളിസി ആയിക്കോട്ടെ, ഇമ്പീരിയൽ പോളിസി ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ആരാണ് ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി? ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രാൻസിസ്കോ ഡെ അൽമൈഡ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെ ആയിരുന്നു വൈസ്രോയി എന്ന് ചോദിക്കാം, പല തരത്തിൽ ചോദിക്കാം. അപ്പം ആദ്യത്തേത് ഫ്രാൻസിസ്കോ ഡെ അൽമൈഡയാണ്. അതിനുശേഷം അൽഫോൺസോ ഡെ അൽബുക്കർക്ക് ആയിരുന്നു. അതിനുശേഷം ആരാണ്?
അൽബർഗാരിയ, ലോപ്പോ സൊറാസ്. നെക്സ്റ്റ് ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2 ആരാണ് പോർച്ചുഗീസ് വൈസ്രോയി? ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? എല്ലാവർക്കും അറിയാം, അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി. അപ്പം ആരൊക്കെ ആയിരുന്നു വൈസ്രോയിമാര് എന്നുള്ള ഒരു ചോദ്യം വരാം. ആദ്യത്തേത് ആരായിരുന്നു? അൽമേഡയാണ്. രണ്ടാമത്തേത് ആരാണ്? അൽബുക്കർക്കാണ് അല്ലെ. അൽബുക്കർക്കിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 1505 തൊട്ട് 9 വരെയാണ് അൽമേഡയുടെ കാലഘട്ടം. 1509 തൊട്ട് 15 വരെ ആരായിരുന്നു? അൽബുക്കർക്കായിരുന്നു. അതിനുശേഷം വന്ന ആളായിരുന്നു ആര്? ലോപ്പോ സോറസ് അല്ലെ. 1515 മുതൽ 1518 വരെ ആയിരുന്നു ഇതിന്റെ കാലഘട്ടം. പിന്നെ സെക്വീറ എന്ന് പറയുന്ന അടുത്ത ആള് അല്ലെ. സെക്വീറയുടെ കാലഘട്ടം 1518 മുതൽ 1522 വരെ ആയിരുന്നു. അതിനുശേഷം ഡാർട്ടെ നീ മെനസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം 1522 മുതൽ 1524 എന്നാണ്. ഒരു 1 എക്സ്ട്രാ ആയി പോയതാണ്. അതിനുശേഷം വന്നതാരായിരുന്നു? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആരായിരുന്നു? ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് പിന്നീട് വന്ന ഫേമസ് ആയിട്ട് വന്ന ആളായിരുന്നു നൈനോഡി കൊൻഹ എന്ന് പറയുന്ന വ്യക്തി. അതിന്റെ ഇടയ്ക്ക് അത് കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതെല്ലാം കൂടെ പറയാത്തത്. അപ്പൊ പറയാനുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെയും നോക്കി നോക്കി പറയുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. അൽമേഡ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയുമ്പോ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പോർച്ചുഗീസ് താല്പര്യങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് പരിപൂർണ അധികാരമുള്ള ഒരു രാജപ്രതിനിധിയെ നിയമിക്കാനായിട്ട് പോർച്ചുഗീസ് രാജാവ് തീരുമാനിക്കുകയും കിഴക്കൻ ദേശങ്ങളെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ അൽമേഡയെ നിയമിതനാക്കുകയും ചെയ്തു. 5 ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിന്റെ ജോലി. അൽമേഡ പുതിയ ജോലി എന്ന് പറയുന്നത്. കണ്ണൂർ കോട്ടയ്ക്ക് സെന്റ് ആഞ്ചലോ കോട്ട എന്ന് പേരിട്ടത് ആരാണ്? അൽമേഡയാണ്. സെന്റ് ആഞ്ചലോ കോട്ട എന്ന് കണ്ണൂർ കോട്ടയ്ക്ക് പേരിട്ടത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു. കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളുടെ പ്രബലീകരണം സാമൂതിരിയെ അസ്വസ്ഥനാക്കുകയും അദ്ദേഹം തുർക്കികളുടെയും അറബികളുടെയും നേതൃത്വത്തിൽ 200 കപ്പലുകൾ അടങ്ങുന്ന ഒരു നാവിക സൈന്യത്തെ പോർച്ചുഗീസുകാർക്കെതിരായി യുദ്ധത്തിന് അയക്കുകയും ചെയ്തു. അന്ന് അൽമേഡയുടെ മകനായ ലോറൻസോ 1506 മാർച്ച് 10 കണ്ണൂരിനടുത്ത് വെച്ച് സാമൂതിരിയുടെ ഈ നാവിക സൈന്യമായി ഏറ്റുമുട്ടുകയും വമ്പിച്ച നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ അൽമേഡയുടെ മോൻ ആരായിരുന്നു? ലോറൻസോ. ഇദ്ദേഹവും 1506 മാർച്ച് 10 ആരുമായിട്ട് ഏറ്റുമുട്ടി? സാമൂതിരിയുടെ പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അതിനുശേഷം ഓർത്തു വെച്ചേക്കേണ്ടത്, കേരളത്തിൽ പോർച്ചുഗീസ് നയത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് സാമൂതിരി കോലത്തിരിയെ പറഞ്ഞ് ബോധ്യമാക്കുന്നു. അങ്ങനെ കണ്ണൂര് മുസ്ലിം വ്യാപാരികളോട് മര്യാദയോടെ പെരുമാറണമെന്ന നിർദ്ദേശം പോർച്ചുഗീസുകാർ പലപ്പോഴും ലംഘിക്കുകയുണ്ടായി. അതിനോട് ഒരു അസംതൃപ്തി കോലത്തിരി കാണിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ സൈന്യങ്ങൾ സെന്റ് ആഞ്ചലോ കോട്ട വളയുകയും ഈ ഉപരോധം 4 മാസം നീണ്ടു നിൽക്കുകയൊക്കെ ചെയ്തു. ഏത് ഉപരോധം? കണ്ണൂർ കോട്ട തടഞ്ഞു വെച്ചു. ആര്? കോലത്തിരി. പോർച്ചുഗീസ് പട്ടാളത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് 11 കപ്പലുകളും 300 നാവികന്മാരുമുള്ള ഒരു പോർച്ചുഗീസ് സൈന്യം ഡാ കുൻഹായുടെ നേതൃത്വത്തിൽ യൂറോപ്പിൽ നിന്നും വന്നതോടെ കോട്ടയുടെ ഉപരോധം തകർക്കപ്പെട്ടു. ഈ ഡാ കുൻഹയാണ് 1529 വൈസ്രോയി ആയിട്ട് മാറുന്നത് ആണല്ലോ. ദെൻ 1509 അൽമേഡ ഇവിടെ വിടുകയാണ് ചെയ്തത്. അതിനുശേഷം വന്ന ആളായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ശരിക്കും പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അൽബുക്കർക്കാണ് അല്ലെ. അതായത് മുൻഗാമികളെ പോലെ സമുദ്രത്തിൽ, അതുവരെ സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അൽബുക്കർക്ക് വന്നതോട് കൂടിയിട്ടാണ് മൊത്തത്തിൽ നമ്മുടെ രാജ്യം, അതായത് മൊത്തത്തിൽ ഒന്ന് അടിച്ച് എടുക്കണം, അല്ലെങ്കിൽ സമുദ്രാധിപത്യം മാത്രം പോരാ, വാണിജ്യം ഭദ്രമാക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വരുന്ന അൽബുക്കർക്കിന്റെ കാലത്താണ്. നാടുകൾ വെട്ടിപ്പിടിച്ചിട്ടും നയതന്ത്രം കൊണ്ടും കീഴടക്കിയും ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ലക്ഷ്യം ആർക്കായിരുന്നു? അൽബുക്കർക്കിനായിരുന്നു. അപ്പം ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പല ഭരണ പരിഷ്കാരങ്ങളും ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത യൂറോപ്യൻ മാതൃകയിൽ അവർക്ക് പരിശീലനം നൽകുകയും ഇത് സമ്പ്രദായം പിന്നത്തെ കാലത്ത് നമ്മുടെ ക്ലൈവ് ഉണ്ടല്ലോ, റോബർട്ട് ക്ലൈവ്, ഡ്യൂപ്ലെ, ഇവരൊക്കെ അനുകരിക്കും, ഫ്രഞ്ചിന്റെ ഡ്യൂപ്ലെ ഒക്കെ അനുകരിക്കുകയും ചെയ്തു. അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയങ്ങൾ നടപ്പിലാക്കുകയും സതി നിരോധിക്കുകയൊക്കെ ചെയ്ത ആരാണ്? അൽബുക്കർക്കായിരുന്നു. അത് ഓർത്തു വെച്ചേക്കണം. അതുപോലെ തന്നെ പോർച്ചുഗീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധതയുള്ള ഒരു പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കാമെന്ന് കരുതിയിട്ട്
അദ്ദേഹം കൊണ്ടുവന്നതാണ് സങ്കരവാസ സങ്കേതങ്ങൾ എന്ന് പറയുന്ന ഒരു നയം. ഇതാണ് സങ്കരവാസ സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു അത്? എല്ലാവർക്കും അറിയാം. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസുകാരെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ സങ്കരവാസ സങ്കേതങ്ങൾ എന്ന് പറയുന്ന ഒരു നയം അൽബുക്കർക്കാണ് സ്വീകരിച്ചത്. അതിന് ഫലപ്രാപ്തി ഉണ്ടായോ? ഇല്ല. അത് ഓർത്തു വെച്ചേക്കാം. അതിനുശേഷം വന്ന ആളായിരുന്നു ലോപ്പോസോറസ് എന്ന് പറയുന്നത് 1515. ലോപ്പോസോറസ് ആണെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് 1515 ലോപ്പോസോറസ് നിയമിക്കപ്പെട്ടു. അങ്ങനെ അൽബുക്കർക്ക് ഇന്ത്യയിൽ നിന്ന് മടങ്ങി പോകുന്നതിന് മുൻപ് 1515 ഡിസംബറിൽ നമ്മുടെ ഗോവയിൽ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. മടങ്ങി പോയില്ല, അവിടെ വെച്ച് തന്നെ മരിച്ചു. അതിനുശേഷം വന്നവരൊന്നും അത്ര വലിയ അങ്ങോട്ട് പേര് കേട്ടുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1515-18 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ലോപ്പോസോറസ്. അപ്പൊ ഈ കാലത്തും സാമുദ്രിയെ വധിക്കാൻ ഒരു വിഫല ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോപ്പോസോറസിന്റെ കാലത്ത് 1516 കൊല്ലം രാജ്ഞിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതും പ്രകാരം പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റു ചരക്കുകളൊക്കെ കൊല്ലം തുറമുഖത്ത് കിട്ടാൻ തുടങ്ങി. അവിടെ അവർക്ക് ചുങ്കം ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അതുപോലെ അവിടുത്തെ സ്ഥലവാസികൾക്ക്, കൊല്ലത്തെ സ്ഥലവാസികൾക്കൊക്കെ, കൊല്ലത്ത് എന്താണ് ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കൊക്കെ വിശേഷ ആനുകൂല്യങ്ങൾ നൽകിയ ആളായിരുന്നു ആര്? നമ്മുടെ സെക്വേറ എന്ന് പറയുന്ന വ്യക്തി. നെക്സ്റ്റ് ആളായിരുന്നു ഡ്വാർട്ടെ ഡി മെനസസ്. അദ്ദേഹം 1522 മുതൽ 24 വരെ ആയിരുന്നു. ഈ സമയത്ത് സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ, പോർച്ചുഗീസുകാരൊക്കെ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. ഈ മാപ്പിളമാർ 10 പോർച്ചുഗീസ് കപ്പലുകൾ പിടിച്ചെടുക്കുകയും കൊച്ചി തുറമുഖം ആക്രമിക്കുകയൊക്കെ ചെയ്തു. അവർ കുട്ടിയാലി എന്ന സമർത്ഥനായ നേതാവിന്റെ കീഴിൽ കൊടുങ്ങല്ലൂരൊക്കെ ആക്രമിക്കുകയും കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന പോർച്ചുഗീസ് നാവിക സൈന്യവും അവരുടെ കുടിയ ആക്രമണത്തിന് ഇരയാകുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഡ്വാർട്ടെ ഡി മെനസിന്റെ കർത്തവ്യ നിർവഹണത്തിൽ അപ്രാപ്തനാകിയാൽ 1524 വാസ്കോഡഗാമ തന്നെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായിട്ട് വീണ്ടും വരുന്നു. നമ്മുടെ ഡ്വാർട്ടെ ഡി മെനസിന്റെ കർത്തവ്യ നിർവഹണത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് 1524 ആര് വരുന്നത്? വീണ്ടും വാസ്കോഡഗാമ പിന്നെയും വന്നത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം വാസ്കോഡഗാമയുടെ ഭരണം 3 മാസത്തേക്ക് നിന്നുള്ളൂ. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. കൊച്ചി നഗരത്തിലെ ഇന്നത്തെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. വാസ്കോഡഗാമയ്ക്ക് ശേഷം ഹെൻറി ഡി മെനസസ്, ഇപ്പൊ പറഞ്ഞ 1522-24 അദ്ദേഹമാണ് പിന്നീട് വന്നത്. അദ്ദേഹത്തിന്റെ തൽസ്ഥാനത്ത് നിയമിതനായി. വലിയ ഹസനെ വധിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവൃത്തി. ഇത് പോർച്ചുഗീസുകാരും കോലത്തിരിയുമായുള്ള ബന്ധത്തെ വഷളാക്കുന്നു. മെനസസിന്റെ കാലത്ത് സമുദ്രാധിപത്യത്തിന് വേണ്ടി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കൊണ്ടുപിടിച്ച സമരം നടന്നു. സാമൂതിരിയുടെ നാവികസേനാ നായകന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാന്മാരാണ് ഈ സമരങ്ങളിലൊക്കെ സുപ്രസിദ്ധന്മാരായിട്ട് തീർന്നത്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നൈനോ ഡി കുൻഹ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു വന്നത്. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1529 മുതൽ 1538 വരെയുള്ള കാലഘട്ടമാണ്. കൂട്ടത്തിൽ തന്നെ പോർച്ചുഗീസുകാർ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാ? പൂനൻ കുരിശ് കലാപം ഓർത്തു വെക്കുക. ഉദയം പേരൂർ സുനഹദോസ് 1599, പൂനൻ കുരിശ് കലാപം 1653. പിന്നീട് അവരുടെ മതത്തിനെ പറ്റിയിട്ട് ഞാനിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ആ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പോർച്ചുഗീസ് ബന്ധത്തിന്റെ ആ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, പോർച്ചുഗീസുകാരുടെ അധപ്പതനമൊക്കെ കൃത്യമായിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചാലിയൻകോട്ടയും അതുപോലെ സാമൂതിരി ചാലിയൻകോട്ട പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. അതും കൂടെയൊക്കെ നോക്കിയിട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. ഞാനിത് പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ഒക്കെ. അപ്പൊ വേണ്ടവർ ചോദിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദി ഫോളോയിങ് പോർച്ചുഗീസ് ഗവർണർ ഇൻ ഇന്ത്യ ഹു ഇൻട്രൊഡ്യൂസ് ദ പോളിസി ഓഫ് ഇംപീരിയലിസം? ഇംപീരിയലിസം എന്ന് പറയുന്ന പോളിസി കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദ്യം. ഇവിടെ അതുപോലൊരു ചോദ്യം വരുന്നത് എവിടെയാണ്? ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കാം. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് ആണല്ലോ. അതായത് അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഇന്ത്യൻ ഓഷനിലും അറേബ്യൻ സീയിലും ഇവരുടെ മാത്രം പവർ, അതായത് പോർച്ചുഗീസുകാർക്ക് മാത്രമായിരിക്കണം പവർ. അതാണ് ബ്ലൂ വാട്ടർ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു, ഈ ഒരു ഇംപീരിയലിസം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത് അൽബുക്കർക്കാണ്. നമ്മുടെ സെക്കൻഡ് ഗവർണർ ജനറൽ ആയിട്ടുള്ള അൽബുക്കർക്കാണ് ദ പോളിസി ഓഫ് ഇംപീരിയലിസം എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇറ്റ് ഈസ് എ പോളിസി ഓഫ് എക്സ്റ്റെൻഡിങ് ദ റൂൾ ഓർ അതോറിറ്റി ഓഫ് ആൻ എംപയർ ഓർ നേഷൻ ഓവർ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിലൂടെ നമ്മുടെ ഈ ഒരു എംപയർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നേഷൻ വളർത്തണം, അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റി വളർത്തണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു, അല്ലെങ്കിൽ ഒരു പോളിസി ആയിരുന്നു ഇംപീരിയലിസം പോളിസി എന്ന് പറയുന്നത്. ഇത് ആരുടെയാണെന്നാ പറഞ്ഞത്? അൽബുക്കർക്കിന്റെ ആണ്. അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് നമ്മുടെ പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റൽ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത്? പ്രീവിയസ് ചോദ്യമാണ്. ആരാണ്? നൈനോ ഡി കുൻഹ എന്ന് പറയുന്ന അദ്ദേഹമാണ്. 1528 മുതൽ 1538 വരെ
ഭരിച്ചിരുന്ന ആളായിരുന്നു, വൈസ്രോയി ആയിരുന്നു നൈനോ ഡി കുൻഹ. അദ്ദേഹമാണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മാർട്ടിൻ അൽഫോൺസോ ഡിസൂസ എന്ന് പറയുന്ന 1542 മുതൽ 1545 വരെ ഭരിച്ചിരുന്ന വൈസ്രോയുടെ കാലഘട്ടത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ജെസ്യൂട്ട് സെയിന്റ് ഫ്രാൻസിസ്കോ സേവിയർ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ വന്നു എന്നൂടെ ഓർത്ത് വെച്ചേക്കുക. എന്താണ് പേര്? ഫേമസ് ആയിട്ടുള്ള ജെസ്യൂട്ട് സെയിന്റ് ആയിരുന്നു ഫ്രാൻസിസ്കോ സേവിയർ. അദ്ദേഹത്തിന്റെ കൂടെ അതായത് മാർട്ടിൻ അൽഫോൺസോ ഡിസൂസയുടെ കൂടെ ഇന്ത്യയിലേക്ക് വന്ന ഒരാളായിരുന്നു ഫേമസ് ആയിട്ടുള്ള ജെസ്യൂട്ട് സെയിന്റ് ഫ്രാൻസിസ്കോ സേവിയർ. ഇത്രയും കാര്യങ്ങളൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ പോളിസി ഓഫ് ഇമ്പീരിയലിസം ആരുടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അൽ ബുക്കർക്കിന്റെ ആണ് കേട്ടോ. അതുപോലെ അൽമേഡയുടെ ആണ് എന്താ ബ്ലൂ വാട്ടർ പോളിസി, അതുകൂടെ ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ആരാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടറി ഹൂഗ്ലിയില് ബംഗാളില് വെച്ചോളൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഷാ ഷുജയാണ് അല്ലെ. അന്നത്തെ ആളായിരുന്ന മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ഷുജയാണ് ബംഗാളില് ഹൂഗ്ലി നദിയുടെ തീരത്തായിട്ട് ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചോളാൻ പറഞ്ഞത്. അതിനുശേഷം ആരുടെ കാലഘട്ടത്തിലാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി നടക്കുന്നത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ബ്ലാക്ക് ഹോൾ ട്രാജഡി നടക്കുന്നത് സിറാജുദ്ദൗളയുടെ കാലത്ത്. പ്ലാസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കൽക്കട്ടയിൽ നടന്ന കാര്യമാണ്. അടുത്ത ഹൗ മെനി ടൈംസ് വാസ്കോ ഡ ഗാമ കെയിം ടു ഇന്ത്യ? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എത്ര വട്ടം? 3 വട്ടം വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1498 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 1501 വന്നിട്ടുണ്ട്, 1524 ഏറ്റവും ലാസ്റ്റ് വന്നത്. 1524 വന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ വെച്ച് തന്നെ അസുഖമാവുകയും കൊച്ചിയിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ ചോദ്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട്, അതായത് നല്ല ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ഓരോ ടോപ്പിക്സും ഇടുന്നതിന് ശേഷം ഇതുപോലെയുള്ള വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്തിടുന്നതായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ എക്സ്ട്രാ വായിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.